ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം ഒരിക്കൽ വൻകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പഴയ നിയമ ഭക്തന്മാർ ദൈവത്തിൽ ആരാധിച്ചത്, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയത് കാറിന് വേണ്ടിയോ ബംഗ്ലാവിന് വേണ്ടിയോ ലോറിക്ക് വേണ്ടിയോ വീടിന് വേണ്ടിയോ അല്ലായിരുന്നു. അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയത് പരിശോധോ. അവർ പാടി മഹത്വപ്പെടുത്തിയത് എനിക്ക് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിലേക്ക് നീങ്ങിയ എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം പരിശോധോ. എനിക്ക് വേണ്ടി മുറിവേറ്റവനായിരിക്കുന്ന, എനിക്ക് വേണ്ടി ഒഴിവിച്ചാലും പോലെ കീറപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയത് പരിശോധോ. നിന്ദകളേറ്റ് പരിഹാസങ്ങളേറ്റുകൊണ്ടും അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും വഴിയോരങ്ങളിൽ നിന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. കാരണം എൻ്റെ പ്രിയനെ എനിക്കൊന്ന് കാണണം പരിശോധോ. ഇയ്യോബ് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്: ശരീരം പൊട്ടിയളഞ്ഞ് അവനല്ലിയ വിരുവുമായി കടക്കുമോ ഇയ്യോബ് ആത്മാവിന്റെ നിറവിൽ വിളിച്ചു പറഞ്ഞു, അവനല്ലേറിയ എന്നെ വെട്ടിക്കളഞ്ഞാലും ഞാൻ വീണ്ടും കിടക്കുമെന്ന് പരിശോധോ. ഒരു പ്രത്യാശയോടെ ഇയ്യോബ് പറയുകയാണ് പരിശോധോ. ശരീരം മുഴുവൻ പൊട്ടി അളിഞ്ഞ് വിരുവുമായി കിടക്കുന്ന ഇയ്യോബിനെ കണ്ടിട്ട് ഭാര്യ പറഞ്ഞു, നീ തള്ളിപ്പറ, നിന്റെ ദൈവത്തെ നീ തള്ളിപ്പറ, നീ നിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ഓർത്ത് അവൻ ഭാര്യ തള്ളി പറയുമ്പോഴും ഇയ്യോബ് പറയുന്നു, എൻ്റെ പ്രിയനെ ഞാൻ കാണും പരിശോധോ. അവൻ അന്യ കണ്ടാലല്ല, എൻ്റെ സ്വന്തം കണ്ടാൽ ഞാൻ കാണുമെന്ന് ഇയ്യോബ് വിളിച്ചു പറഞ്ഞു പരിശോധോ. ആ നിത്യതയ്ക്ക് വേണ്ടി എത്ര പേര് ഒരുങ്ങുന്നു പരിശോധോ. അവൻ ആ മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലതും നിനക്ക് ലഭിക്കും പരിശോധോ. ആ ദൈവത്തിന്റെ കാര്യം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ദൈവത്തെ നീ ആരാധിച്ചാൽ നിനക്ക് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തരുവാൻ അവൻ ശക്തനായ ദൈവമാണ് പരിശോധോ. ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കോ. ദൈവം നിന്നെ മാനിക്കും പരിശോധോ. അവൻ നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ അവൻ ശക്തനായ ദൈവമാണ് പരിശോധോ. അവൻ അല്ലേറിയ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും പരിശോധോ. ആ പ്രകാരമുള്ള ഒരു ദൈവപ്രഭുത്തിലേക്ക് നീ ഒന്ന് ഒരുങ്ങാൻ പരിശോധോ. അവൻ അല്ലേറിയ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം പരിശോധോ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെന്നാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത് പരിശോധോ. പഴയ നിയമ ഭക്തന്മാർ അതുപോലായിരുന്നു പരിശോധോ. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും അവരേറിയ ആഹാരങ്ങളോ നന്മകളോ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും അവരുടെ ലക്ഷ്യം എൻ്റെ പ്രിയനെ എനിക്ക് കാണണം, എനിക്ക് നിത്യതയിൽ ചേർക്കപ്പെടണം പരിശോധോ. എൻ്റെ പ്രിയനെ കണ്ട് മുഖാമുഖമായി കണ്ട് എനിക്കൊന്ന് ആരാധിക്കണമെന്ന് പരിശോധോ. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? എൻ്റെ പ്രിയനെ കാണുവാൻ, ആ പ്രിയനെ കണ്ട് മുഖാമുഖമായി കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ എത്ര പേര് തയ്യാറാകുന്നു? ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചുകൊള്ളു.